ഹലോ, നമ്മുടെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നേക്കുന്നതായിട്ട്. അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടി കേട്ടോ. അപ്പോൾ അച്ചാച്ചി കുറേ ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുറച്ച് ചക്ക എടുത്ത് വറുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ തനിയാട്ടോ എല്ലാം ചെയ്തത്. ചക്കയുടെ നമ്മൾ കുരുവൊക്കെ മാറ്റി അതിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചങ്ങിണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ നല്ല ചക്ക നല്ല വൃത്തിയാക്കി എടുക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ അടുക്കളയിലായിരുന്നു ആദ്യമേ ഇരുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പുറത്ത് വരുവാണ് കുറച്ച് വെട്ടവും വെളിച്ചവും അതുപോലെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ നോക്കി ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ചക്ക തീരെ ചെറുതാട്ടോ, കാണുന്നത്ര വലിപ്പമൊന്നുമില്ല, നമ്മുടെ ഫോണിൽ കാണുന്നത്ര തീരെ ചെറുതാണ്. അങ്ങനെ ഞാനെല്ലാം ഓരോന്നായിട്ട് പെറുക്കിയെടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് ചക്ക നമ്മൾ വറുക്കാനായിട്ട് എടുത്തില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കരുതും ഒത്തിരി ഉണ്ടെന്ന്. അപ്പം നമ്മളതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ, കാരണം പുറത്ത് നല്ല മഴയുണ്ട്. അപ്പം ഞാൻ കരുതി ഇനി കുറച്ച് നേരം അകത്ത് പണിയാമെന്ന്. അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ കത്തിയും കയ്യോറയും എല്ലാം എടുത്ത് നമ്മൾ അരിയാൻ തുടങ്ങിയിട്ട്, ഒരുപാട് വലിപ്പത്തിൽ അരിയാതെ മാക്സിമം ഞാൻ ചെറുതാക്കി തന്നെ അരിയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഈ ഒരു ചക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വറുത്ത് കഴിയുമ്പോഴും കുറച്ച് ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, ഇനി ചക്കയുടെ പ്രശ്നമാണോ വറുത്ത പ്രശ്നമാണെന്നൊന്നും. അങ്ങനെ ഞാൻ അവസാനം കുറച്ചധികം നേരെ വരുന്ന അരിഞ്ഞുകൊണ്ടിരുന്ന വഴിക്ക് നമുക്ക് കറണ്ട് പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം അന്ധകാരത്തിലുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു, എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ആദ്യം ഒരു ചക്ക ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ, എണ്ണ ചൂടായോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അങ്ങനെ എണ്ണ ചൂടായോ എന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ അടുത്ത ഷിഫ്റ്റ് നമ്മൾ ചക്ക ഇടുക കേട്ടോ ചെയ്തത്. അങ്ങനെ ചക്ക ഇട്ടിട്ട് പിന്നെ ഞാൻ അവിടെ പിന്നെ ഭയങ്കര വർത്തമാനങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ചക്ക വേകുന്നു, അടുത്ത സൈഡിൽ ഞങ്ങളുടെ നല്ല വർത്തമാനമാണ്. നാത്തൂനുണ്ട്, ഞാനും നാത്തൂനും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പാണ് സംസാരം. എന്തൊക്കെ സംസാരിച്ചാലും ഞങ്ങൾക്ക് ഒരിക്കലും തീരത്തില്ല. ഇവിടെ വന്ന ഉറക്കമൊക്കെ കണക്കാട്ടോ. അങ്ങനെ അവൾ കുറച്ച് നേരം കുഞ്ഞിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ കരുതി എന്നാൽ തന്നെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വീഡിയോസ് എടുത്തേക്കുന്ന കേട്ടോ. അപ്പോൾ ചക്ക കംപ്ലീറ്റ് ആയിട്ട് ഇട്ടില്ല, കുറച്ച് നമ്മളവിടെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് ചെറിയൊരു കടല പാക്കറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തോർന്നു നിൽക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ മഴ മാറി ഒരു സൈഡിൽ നിൽക്കുന്നു, വീണ്ടും തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ല മഴയത്ത് നല്ല ചക്കയൊക്കെ വറുത്ത് നല്ല ചായയൊക്കെ ഇട്ടായിരുന്നു നമ്മൾ കേട്ടോ. ലാസ്റ്റ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷേ കുറേ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തോ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വരുന്നു കേട്ടോ. ഞാൻ കല്യാണത്തിന് മുൻപ് ഇവിടെ ആയിരുന്നപ്പം, എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ എനിക്കിതുപോലെ ഒരുപാട് ഐറ്റംസ് ഈ കൊറോണ ടൈമിലൊക്കെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഞാനിങ്ങനെ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതനുസരിച്ച് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ താല്പര്യമായിരുന്നു. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനോടുള്ള താല്പര്യവും പോയി. അതുപോലെ തന്നെ അവിടെ അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തട്ടിനും മുട്ടിനും എന്തെങ്കിലും ഉണ്ടാക്കിയാലായി, അങ്ങനെയുള്ളൂ. ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് കഴിക്കാനും ആളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് പിടിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് അവസാനം കാണത്തില്ല, അതങ്ങനെയാണ്. പിന്നെ അങ്കുടുമോൻ ഇടയ്ക്ക് വന്നു, പിന്നെ ഞാൻ അവനെ വെച്ചായി കുറച്ച് നേരം ഡാൻസൊക്കെ ആയി. അപ്പം അവൻ നല്ല സന്തോഷം കേട്ടോ, ഞാൻ എടുക്കുന്നത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചക്കയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി മുക്കാലും തീർന്നു, ഞാനല്ല നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു, ചക്ക വറുത്തതൊക്കെ തിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചപ്പോഴത്തേക്കും മോൻ എത്തി വലിഞ്ഞ് നോക്കുന്ന കേട്ടോ, അവനും വരുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.